നിന്റെ ബ്രൗസർ ഒന്നും കാണിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സെർച്ച് ചെയ്ത് പറ്റത്തില്ല, അത് കണ്ടുപിടിച്ചാണോ? അല്ലല്ലേ അതെ. നമ്മള് പലതും നമ്മുടെ ഇതുണ്ടല്ലോ. ചന്ദ്രു പിന്നെ ചന്ദ്രു എന്നാൽ നീ ഇടയ്ക്ക് അത് ഈ മഞ്ഞ അങ്ങനെ കളർ വരുമ്പോ റാപ്പിഡ് പേടിക്കുന്നവരാണ് ബൂസ്റ്റർ ഇടണം കേട്ടാ. സംശയിക്കേണ്ടത്. മഞ്ഞ കളർ കേട്ടോ ചന്ദ്രു, ഏ? ഒരുപാട് മഞ്ഞ കളർ വരത്തില്ലേ ആ ക്ലൈമറ്റ്, ശരിയാ, നീ നിന്റെ അന്നേരം റാപ്പിഡ് ബൂസ്റ്റർ ഇടണേ. ഇടാ, 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 ഇടാ. എന്ത് വേണം ഇടാം. ചന്ദ്രൻ അവിടെ ഡബ്ല്യു സ്പാം ആണ്. എവിടെ നോക്കട്ടെ. അടുത്ത സ്ക്രീൻ എന്തിനാ മാറ്റുന്നത്? എന്തിനോ ഇങ്ങോട്ട് പോയി കാണണ്ടേ. ഞാൻ ഇവിടെ സ്ലാഷ് വാർന്നൊക്കെ അടിച്ചു. ആരുടെയാണ് എന്റെ ചാറ്റില് സ്ലാഷ് വാർന്ന ആരാ കിക്കിലുള്ള ആരാ? എന്റെ അടുത്തല്ലേ ഓമ്പി. കിക്കിൽ ആരുമില്ല, ഇതിട്ടാ മതി. ആട് ബ്രോയും ഹരിയും. ഞാൻ ഈ ഡ്രോൺ എടുക്കാൻ പോകും. DJ മിനി 5 Pro. അല്ലേ വാർ പ്രഡിക്ഷൻ ഇടുന്നില്ല, വാർ പ്രഡിക്ഷൻ ഇടാണ്ട് തന്നെ നിങ്ങൾ ബാലൻസ് ചെയ്തോട്ടെ, എന്നാലേ പോയിന്റ് കിട്ടത്തുള്ളൂ. നീ ഇട്ടല്ലേടാ. ഞാനില്ല, എന്റെ ഇതിട്ട് ഞാൻ ഫുൾ സ്ക്രീൻ ആക്കാം. തുടങ്ങട്ടെ. ചന്ദ്രന്റെ POV എനിക്കൊന്ന് കാണണം ഇത് കഴിഞ്ഞിട്ട്. എന്ത് കളിയാ? അല്ലെ എന്റെ വാറ് എന്റെ POV ഒന്ന് കാണണേ. നീ വാറ കളിച്ചേ? അത് തന്നെ കാണണം ഇത് കഴിയട്ടെ. നിന്റെ അടുത്ത് കണ്ടോ? സൂപ്പർ ആയിരുന്നു. എന്താ തിന്നുന്ന തിന്നണ കാര്യത്തിൽ ഷേക്ക്. അയ്യോ എനിക്ക് ഷേക്ക് തിന്നുന്ന ഷേക്ക് കുടിക്കല്ലേ? ഷേക്ക് കുടിക്കുന്നു. എന്റെ അളിയാ എന്തോന്നത്? എന്റെ 4 ലക്ഷം കഴിഞ്ഞു. ഒന്നും പറയാനില്ല. ചന്ദ്രു ആക്കണം. വെയിറ്റ് ചെയ്യാം. ഞാൻ ആക്കാത്തേ ടിവിയെ തോറ്റ എനിക്ക് പോയിന്റ്സ് ഇല്ലാത്തോണ്ട് ഇവിടെ. നേരത്തെ ചന്ദ്ര പിക്ക് എടുക്കണമെന്ന് പ്രൊഡിക്ട് ചെയ്ത് 300, ഇപ്പൊ 1000. ചന്ദ്ര ആരൊക്കെ പിയാൻ എടുത്തിട്ടേക്കണ വേണ്ടല്ലോ? നോക്കട്ടെ, എല്ലാം നോക്കട്ടെ. ആരൊക്കെയാണ്? ഏബല്, ഹരി 49 അൺലിമിറ്റഡ് റീചാർജ് റീചാർജ് കണക്ക് ആൻമാർത്താണോടാ. ഇതൊക്കെയാണ് കമ്മിറ്റ്മെന്റ്. ആൻമാർത്ത എന്ന് പറയുന്നത് നിൽക്കുന്നുണ്ടാ. വാ വിട്ടോ 2 3 ഇവന്മാർ എപ്പോഴും ഇവിടെ നിൽക്കുവാണ്. എപ്പോഴും ഇവന്മാർ ഇവിടെ നിൽക്കുവാ കേട്ടാ. ഞാൻ വേണ്ടി 16 പേരുണ്ടല്ലോ. ഹലോ എടാ, റേഡിയോയിൽ 16 പേരുണ്ടോ നോക്കി. വിട്ടോ ഈ മോട്ടിവേഷൻ റേഡിയോയിൽ പറഞ്ഞു. എനിക്കതൊന്നും മറക്കാത്തില്ല. എനിക്ക് ഫുൾ ടൈം മോട്ടിവേഷൻ ആണ്. ഫുൾ ടാറ്റിക്സ് മോട്ടിവേഷൻ ഫുൾ ടൈം. അതെ, എന്റെ ജീവിതമേ മോട്ടിവേഷൻ വർക്ക് ചെയ്യുന്നത്. പറഞ്ഞോ വീശി ഓൾറെഡി പറഞ്ഞു. പിന്നെ IGL പറഞ്ഞോണ്ട് ഇതല്ലേ പറയുന്നത്? ഞാൻ ഈ പൊട്ടന്റെ ഇത് ഇവന്റെ ഡിസ്കോഡ് ലൈവ് കാണുന്നത്. ഇവന് എന്തെങ്കിലും അറിയാമെങ്കിൽ അവൻ ചെയ്യുള്ളൂ. നേരത്തെ എനിക്ക് ചെയ്യാൻ പറ്റി. ഞാനാ ഏത് കണ്ടപ്പെട്ടി ഇത് സ്പെക്ക് ചെയ്യുന്നതാണ് ചോദിച്ചത്. ലൈവല്ല, സ്ക്രീൻ ആക്കോ. എടാ ഞാനല്ലടാ, ഇവനാണ്. അത് 15 മിനിറ്റ് മുമ്പത്തെ എന്താ യുഗ്രോന്റെ പഴയതാ. ലൈവ് അടി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. ഇത് മാത്രം പോയിട്ടില്ല, മാത്രം പോയില്ലല്ലോടാ. അത് അവിടെ കളി തുടങ്ങി. കളി തുടങ്ങുമ്പോ നമുക്ക് മാറി കാണാം. ഇപ്പൊ അവരൊക്കെ സംസാരിച്ചിട്ടില്ല. നമ്മൾ അതൊക്കെ കാണിക്കില്ല. നമ്മൾ ടീമിന്റെ പ്ലാൻ ഇതാവും. മനസ്സിലായോ നിങ്ങൾ?
വണ്ടി ഉണ്ടെന്ന് പറയുന്ന പോലെ അല്ല. അത് അവരുടെ ലൈവ് കാണത്തില്ലേ? ചന്ദ്ര നീ കാണുമ്പോ ഫുൾ സ്ക്രീൻ ഇട്ട് കാണും, അതാണ് ബെറ്റർ. എടാ പൊലയാടി എനിക്ക് ഇപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തുടങ്ങുമ്പോ ഇടാ അങ്ങനെ. ഇപ്പൊ ഇങ്ങനെ മാറി മാറി അടിക്കണ്ടേ? മൈര ഏതെങ്കിലും ഒന്ന് സൗണ്ട് ഇടാവോ കൊണച്ചോണ്ടിരിക്കാണ്ട്? നിന്റെ കൊണ കാണാനല്ല എന്റെ വോയിസ് എന്റെ പണ്ടൊക്കെ എന്റെ വോയിസ് കേൾക്കാൻ കൊതിച്ച ഗോകു ഉണ്ടായിരുന്നു. പിന്നെ സെപ്പറേറ്റ് വിളിക്കുമ്പോ എന്ത് അപ്പി സ്റ്റൈലാണെങ്കിലും നമ്മൾ അടിച്ചിരിക്കും. അയ്യോ നല്ല ഉണക്കി. ഇതെന്താ ഇത് പക്ക പാവാണ് കേട്ടെ. വഴി കാണാം വാ. അത് ക്വാളിറ്റി ഇല്ല ചന്ദ്ര നിന്റെ സ്ട്രീമിങ്. ആടിന്റെ വോയിസ് ഉണ്ട്. 1080p. ഹലോ ആടിന്റെ സൗണ്ട് ഇടാൻ പറഞ്ഞു. ആദ്യം പേര് ഉറങ്ങിപ്പോയി തോന്നുന്നു കേട്ടാ. പാർട്ണർഷിപ്പ് കിട്ടാൻ 25 മെമ്പർഷിപ്പ് കൂടെ വേണം. 25 മെമ്പർഷിപ്പ്. ഓ കേൾക്കാൻ പറഞ്ഞോളൂ. കുടിക്കാൻ പോയതാ. സ്റ്റാർട്ട് ആവണതേ. ഞാൻ വിചാരിച്ചു ബ്രോ ഉറങ്ങിയെന്ന്. അണ്ണന്മാരെവിടെ? അണ്ണന്മാരെ ഇറങ്ങിയ വീട്ടിൽ നിന്ന്. അസിഡിറ്റി എന്ത് ചെയ്യും? നിങ്ങളുടെ വൈഫ് ഡോക്ടർ അല്ലേ? എനിക്ക് എത്ര കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് അസിഡിറ്റി മാറുന്നില്ല. എന്തായിരിക്കും? സമയത്തൊക്കെ കഴിക്കുന്നത്. എനിക്ക് ഫാറ്റി ലിവറിന്റെ പ്രശ്നം കൊണ്ടോ ഒരു 4-5 വർഷം പ്രോപ്പർ ഫുഡിങ് ഒന്നും അല്ല. കാരണം ഈ സെർവറിന്റെ ബാക്കിലൊക്കെ ഇരുന്നപ്പോ ഡൗട്ട് ഉണ്ട്. ചെക്ക് ചെയ്യണം. കഴുത്തൊക്കെ നല്ലോണം കറുത്തു ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ എന്തായാലും അടുത്ത എടാ സ്കൈഡാർസ് നിന്റെ ചുണ്ണാമണി വെട്ടിക്കളഞ്ഞ ഉണ്ടെങ്കി അവര് പറയുന്നതിലും കാര്യമില്ലേ? അത് ഇത് കണ്ടന്റ് ഇറങ്ങിയല്ലോ മറ്റേ കൊറേ. എന്തൊരു ആരെ കണ്ടന്റ്? ബാക്കി തന്നെ ഇട്ട കണ്ടന്റ് ഇപ്പൊ എന്തോ സിനിമാറ്റിക് കണ്ടന്റ്സ് അയ്യോ നടന്നു വരുന്നു. അത് എന്നെ നോക്കി തന്നെ ആണല്ലേ? നടന്നു വന്നിട്ട് കിട്ടണല്ലേ? ഇനി അതൊക്കെ ഉള്ളൂ പറ്റുള്ളൂ. റെയിൻബോ സ്റ്റോറിയൊക്കെ ഷോർട്സ് ഹാപ്പി ബർത്ത്ഡേ ഡാ. മിനി മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നിന്നെ അവനെ വിളിക്കുന്നത് എറർ വിളിക്കുന്നു നിന്നെ. ക്യാമറ ഹൈഡാക്ക്. പിന്നെ ഞാൻ മുമ്പാണ് പിടിക്കണം. പിന്നെ ക്യാമറ എന്റെ ക്യാമറ ഹൈഡാക്കിട്ട് എന്നെ കൊണ്ട് എന്തിനാ ഇങ്ങനെ സംസാരിപ്പിക്കുന്ന അറിയോ? എന്ത് വൃത്തിയായിട്ട എന്തിനാണ് എന്നെ ഇങ്ങനെ ട്രിഗർ ആക്കുന്ന ആളെ? ഞാൻ മര്യാദക്കല്ലേ? എന്റെ ബാക്കിലുണ്ട് ലൈറ്റ് ഇരിക്കുന്നല്ലടാ വാക്ക്. ഏതിന്റെ ഇതിന്റെ ബാക്കില് ചാറ്റ് ബോട്ട് ഓഫ് ചെയ്യണം. ഏതിന്റെ ലൈറ്റ്? മോഡിന്റെ ആണ്. എനിക്ക് ബാക്കിൽ രണ്ട് ലൈറ്റ് ഇരിക്കുന്ന പോലെ മിസ്റ്റർ മോഡൊന്നും ഇപ്പൊ വർക്ക് ചെയ്യില്ല ഇവിടെ. മറ്റേ ഇതിന്റെ ആയിരിക്കും, റീഷേഡിന്റെ ആയിരിക്കും. ഇത് കണ്ടോണ്ടിരിക്കുമ്പോ നിനക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട്? എനിക്കിത് കണ്ടോണ്ടിരിക്കുമ്പോ ഇത് കണ്ടോണ്ടിരിക്കുമ്പോ എനിക്ക് എന്ത് തോന്നാനാളിയാ? എനിക്ക് എന്ത് തോന്നാ? നീ എന്നെ പറ. എനിക്ക് എന്ത് തോന്നാനാ? എനിക്ക് എന്ത് തോന്നാനാ? നീ എന്നെ പറ. നീ എന്തിനാ പിന്നെ അവിടെ രണ്ടോമാർ അവിടെ ഇരുന്ന് ചുമ്മാ ഇരിക്കുന്ന നീ കാണിച്ചോണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ നടക്കുന്നില്ല. നിനക്ക് അതെടുത്ത് കാണിച്ചാ പോരെ? നിന്നെ പട്ടി അടിച്ചാടാ. സത്യം സോയി നിനക്കത്ര വയ്യടാ ഒരു പാട്ട് പാടാൻ പറയണം. പിന്നെ എന്നെ വന്ന് തെറി വിളിക്കുന്നു. ചന്ദ്ര ഭയങ്കര സേഫ് പ്ലേ ആണ്. ചന്ദ്ര അവിടെ വെച്ച് ഈകളെങ്ങനെ ഓൺ ദ വേ പറയുന്നേ പറഞ്ഞിട്ട് അവര് നേരത്തെ വാറ് വിളിച്ച ആൾക്കാരല്ലേ? 10 വാറ് വിളിച്ച് 15 മിനിറ്റ് അവര് കയറണ്ടേ? 15 മിനിറ്റ് ആയില്ലല്ലോ. അത് 15 മിനിറ്റ് നോക്കിയിരിക്കും. 2 മിനിറ്റും കൂടെ ഉള്ളു.
എടാ ജുഗ്രു എടാ നീ എപ്പോഴും ഇവിടെ കളിച്ചോണം എടാ കേട്ടാ ഇത് കളിച്ചോണേ ഇതിന്റെ മണ്ടയ്ക്ക് കയറി കളിച്ചോണം പിന്നെ ഇത് ആലോചിച്ചോണം ഇവിടെ ഇവന്മാര് കമ്മിറ്റി ആണെങ്കിൽ കയറി അങ്ങ് തള്ളിയേക്ക് മനസ്സിലായി ഇടിച്ചവിടുന്ന് പേടിച്ചു വിടാ ഞാൻ ലൈവ് അല്ല ലൈവ് ആക്ക് ലൈവ് അവ കാണും അവന്റെ പിയുവിന്റെ കാണുവളിയാ ഇല്ല ഇത് പഴയ നമ്മൾ അടിച്ച അല്ലേ നമ്മൾ അടിച്ച അതേ അടിയല്ലേ ഇത് പക്ഷെ അതേ സ്പോട്ടല്ലേ അല്ലേ അല്ലേ സത്യം സത്യം ആ അടി 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 ബാബാ ഫുൾ സ്ക്രീൻ ഗയ്സ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന MRC vs TVA Phase 2 തന്നെ വീണ്ടും പേടിയാണോ എന്താ പേടിയാണോ അതിന്റെ പല്ലൊന്ന് പൊട്ടിപ്പോകുന്നുള്ള എന്നെ എന്നാണോ ഈ ഫ്ലാറ്റിനകത്ത് പറയുന്നത് എന്റെ ഒരു പല്ല് പൊട്ടി വായി പോയട്ടോ പല്ല അപരാധി മക്കളെ ഞാൻ മര്യാദയ്ക്ക് ഒരു POV കാണിച്ചോണ്ടിരിക്കണം മര്യാദയ്ക്ക് കുണം മാറ്റില്ല ഇവിടെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക എന്തോ കഴിക്കുന്നത് ഓട്സാ ഇത് പിക്സലാവും 4 5 6 6 ടർഫ് തുടങ്ങിയ 1 2 3 4 5 പുള്ളിക്ക് ഭ്രാന്താ കേട്ടാ 6 മറ്റേ നെക്സ്റ്റ് വീക്കിൽ ആഡ് ആക്കല്ലേ അത് അപ്രൂവ് ചാറ്റി വന്നോ ഗ്യാങ് വീക്കിൽ അപ്രൂവ്ഡ് അല്ലല്ലോ ഇല്ല അപ്രൂവ്ഡ് അല്ല ആഡ് ചെയ്യണ്ട മച്ചാനെ അവിടെ നമുക്ക് വാറ് മച്ചാനെ നീലന്റെ POV ഒന്നുമില്ല നോക്കാം പക്കുവിന്റെ POV കുറച്ച് കറന്റ് ഇട എത്തില്ലെന്ന് പറഞ്ഞു അപ്രൂവ്ഡ് വെഹിക്കിൾ അല്ല അപ്രൂവ്ഡ് വെഹിക്കിളല്ലേ അവരത് വേറെ കഴിഞ്ഞ വണ്ടി വെച്ചോണ്ടാ ഓക്കെ MR സെറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് MR സെറ്റിന്റെ വെഹിക്കിൾസ് ഇവിടെ എത്തിയിട്ടുണ്ട് MR സെറ്റിന്റെ 1 2 3 4 5 6 വെഹിക്കിൾസും ഇവിടെ എത്തിയിട്ടുണ്ട് MR സെറ്റും TVയും കണ്ടുമുട്ടിയിട്ടില്ല കറന്റ് കണ്ടുമുട്ടിയിട്ടില്ല ഓക്കെ MR സെറ്റ് ഇതാ ഹൈവേയിലേക്ക് ചാടി കയറ്റിയിട്ടുണ്ട് വെഹിക്കിൾസ് എല്ലാം ഞാനുണ്ട് ഇവിടെ ആ അത് മറ്റേ ഇതുണ്ടല്ലോ മീഡിയം കോൾ ഉണ്ടല്ലോ ഹോൾഡ് ഉണ്ടല്ലോ കറന്റ് ആ ഓക്കെ 1 2 3 4 5 സ്പോട്ട് കമോ എടാ ഡിസ്കോഡ് ഇടാൻ പറഞ്ഞത് ഇൻ ഗെയിമിലിട്ട് അല്ലേ ഓക്കെ ടിവി സൈഡിൽ നിന്ന് ഇറങ്ങി അടിക്കുന്നുണ്ട് ടിവിയെ ഏബൽ ജോസഫ് ആണ് ഇറങ്ങി അടിക്കുന്നത് ഏബൽ ജോസഫ് ആണ് ഇറങ്ങി അടിക്കുന്നത് ഇവിടെ കറന്റ് നീ നിന്നോ അവിടെ നിന്നോ 6 8 നിന്നോ അത് സ്പൈ ഉണ്ടോ സ്പൈ ആ സിറ്റുവേഷൻ നോക്കിയിട്ടുള്ള എല്ലാ വണ്ടിയിലും അക്സെപ്റ്റ് ആയിട്ട് പോയാണ് സ്പൈഡ് അക്സെപ്റ്റ് ആക്കി ഏബിൽ ഇവിടെ നിന്ന് ഇറങ്ങി അടിക്കുന്നുണ്ട് ഏബില് ഈ ഒരു ഏരിയയിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് ഇവിടെ കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MR സെഡിന്റെ 1 2 3 4 5 6 വെഹിക്കിൾസും ഇവിടെ ഉണ്ട് 15 പ്ലേയേഴ്സ് 6 വെഹിക്കിൾസ് ആണ് ഇവിടെ ഉള്ളത് സ്ലോ ആയിട്ടാണ് ഇപ്പൊ കറന്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് 2 ഗാങ്സും സ്ലോ ആയിട്ടാണ് കളിക്കുന്നത് ഒരു അഗ്രഷൻ ഈ ഒരു കറന്റ് ഏരിയയിലേക്ക് കാണിക്കുന്നില്ല നേരത്തെ ഒരു പ്രീവാർ ടൈപ്പ് ഒരു കുത്തിയടി ഇപ്പൊ കറന്റ് എന്തായാലും 2 ഗാങ്സും ഉള്ള ഒരു ഇതിലെല്ലാം നിൽക്കുന്നത് കറന്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഡീമൻ യാക്കൂസ ഇറങ്ങി അടിക്കുന്നുണ്ട് ഡീമൻ യാക്കൂസ ഇവിടെ ഇറങ്ങി അടിക്കുന്നു
പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സെന്നസ് ഡുവോറും ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇറങ്ങി അടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സെന്നസിന്റെ വെഹിക്കിളുള്ള സാംസുലേക്ക് അതുപോലെ തന്നെ റഷ്യൻ സ്പീഡോ സെഡ്നസ് ആണ് ഉള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ റഷ്യൻ DNL കുറുപ്പ് ഡാനി അലക്സ് ആണെങ്കിൽ ചരണ്ടിയോസ് ദിഗോഡ് പിന്നെ ആരായിരുന്നു വെഹിക്കിള് ചരണ്ടിയോസ് ദിഗോഡ് ജിൻസക്കായ് ആണുള്ളത്. ബുള്ള് പിന്നെ അതുപോലെ തന്നെ ഈ ഇക്രുമോനാണ് ഒരു വണ്ടിയിൽ കളിക്കുന്നത്. ഫ്ലഫി അടുത്തൊരു വണ്ടിയിലും കളിക്കുന്നുണ്ട്. ഇപ്പുറ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിലുവ ജപ്പാനും പിന്നെ മദാര പിന്നെ നീലകണ്ഠനാണ് ഒരു വണ്ടിയിൽ കളിക്കുന്നത്. പിന്നെ ഇവിടെ ഏബൽ ജോസഫ് ഒരു വണ്ടിയിൽ കളിക്കുന്നുണ്ട്. ഏബൽ ജോസഫ് ഒറ്റയ്ക്ക്. ഇവിടെ ഇറ്റാച്ചി പിന്നെ അതുപോലെ തന്നെ ഡീമൻ യാക്കൂസ ഒറ്റൊരു വണ്ടിയിലുണ്ട്. ജുക്കുറു TV നീല് LX2 ഒരു വണ്ടിയിൽ. പിന്നെ സ്നൈപ്പ് സാവേജ് സ്റ്റീവ് അസ്രായേലാണ്. ഇങ്ങനെയാണ് നമ്മുടെ 2 ഗാങ്സിന്റെ ലൈനപ്സ് വരുന്നത്. 2 വെഹിക്കിൾസിലും കളിക്കുന്നത് അങ്ങനെയാണ് ഒരു ഫോർമേഷനിൽ. എമർസന്റെ ഒരു വെഹിക്കിൾ ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഓക്കെ എമർസന്റെ ഈ ഒരു ഏരിയയിൽ ഒരു വെഹിക്കിൾ കാണുന്നുണ്ട്. ഇതിവിടെ ഒരു സൈലന്റ് ഓക്കെ 2 ഗാങ്സും ഇപ്പൊ കറന്റ് ഇഷ്യൂ എന്താന്ന് വെച്ചാൽ MRZ സൈഡിൽ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് MRZ ഈ സിറ്റുവേഷൻ 12:55 തീർത്തിട്ട് അടുത്ത പ്രീവാറിലേക്ക് എന്തോ പോവാനുണ്ട്. ഐ തിങ്ക് 12:55 എന്തോ ആണ് അവര് പ്രീവാർ വിളിച്ചേക്കുന്നത്. ഐ തിങ്ക് 12:55 അടുത്ത അവര് പ്രീവാറാ എംആർസിന്റെ വെഹിക്കിൾസ് ഈ ഒരു മലമലക്കൂടെ കയറി ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരാനുള്ള ഒരു ട്രൈ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വെഹിക്കിൾ ഓൾറെഡി കയറിയിട്ടുണ്ട്. സാംസുലേക്ക് അതുപോലെ തന്നെ സെഡ്നസ് ഡുവോറും ഉള്ള ഒരു വെഹിക്കിള് ഇവിടെ ഓൾറെഡി കയറിയിട്ടുണ്ട്. റഷ്യൻ സ്പീഡോയാണ് ആ വെഹിക്കിൾ ഉള്ളത്. കൂൾ ഡൗൺ ഗ്രീൻ സ്ക്രീൻ അല്ലേ? തല മാത്രം അധികം നാളില്ല. ഡീമൻ യാക്കുസ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഡീമൻ യാക്കുസ അധികം നാളൊന്നും ഇല്ല. ഓക്കെ ഡീമൻ യാക്കുസയുടെ ഏരിയ ഡീമൻ വെഹിക്കിളിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ട്. ഇവിടെ കറന്റ് നോക്കുകയാണെങ്കിൽ 2 ഗാങ്ങും പതുക്കെ ഹോൾഡ് ചെയ്താണ് കളിച്ചോണ്ടിരിക്കുന്നത്. 2 ഗാങ്സും ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. 2 ഗാങ്സും നല്ല ഹോൾഡ് ചെയ്താണ് കളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ മറ്റേ ഇതോളൂ അനൗൺസ്മെന്റ്. മുഴുകണ കേട്ടാ ഇരുന്നിട്ട്. ചന്ദ്രൻ ഇതൊന്നും വയ്യ. ചന്ദ്രൻ അതാ പാലത്തിൽ നിന്ന് അടിക്കും. അതുകൊണ്ട് അവിടെ കുത്താൻ പറ്റത്തില്ല. എല്ലാരും പാലത്തിൽ ഇറങ്ങിയാലേ എന്റെ മനസ്സറിയ നീ വേറെ 5 മണി വരെ പോകുന്നു. കുഴപ്പമില്ല. എടാ കുറച്ചു പേര് വരാമോ? വാ. ഇവിടെ വന്ന് കുത്തിയിട്ട് അടിക്കാവോ ടയറ്? അപ്പത്തേന് കുത്തിക്കോ. എടാ അപ്പത്തേന് മറ്റേ വഴി വരുവേ. അവര് മറ്റേ വഴി കയറി ഇതെടുക്കാൻ നോക്കും. ടയർ പൊടിച്ചോളാം. അടിച്ചു പൊട്ടിക്കും. ഇതിന്റെ ടയർ അടിച്ചു പൊടിച്ചോളാം. ലെഫ്റ്റിലുള്ളവനടി തിരിച്ച് തിരിച്ചു അത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടിയുടെ ടയർ പൊട്ടല്ലേ? ടയർ പൊട്ടിയല്ലോ. കണ്ട് അത് അങ്ങോട്ട് കയറി അടിക്കാൻ പറ്റത്തില്ല. അവിടെ ഓൺ ഫുട്ട് നിക്കും കേട്ടോ കുറെ എണ്ണം. ഈ പാലത്തിന്റെ അടിയിൽ 2 പേര് എന്നവളെ അടി
മാച്ച് പാർട്ടി നടത്തി കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. 5 ദിവസത്തിലെ ആഴ്ചയിൽ ഒരെണ്ണക്കല്ലേ കാണുള്ളൂ. യാതൊരു ഉണ്ടാക്കാൻ കാണിക്കണോ എന്താണ്? ആട് ബ്രോന്റെ ലൈവ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ മണ്ടക്കേറി ഇരിക്കുവായിരുന്നു. ഒരുത്തൻ കത്തി വരാം. ആരും ഡൗൺ ആയില്ലേ? ഒരാൾ കത്തിയത്. ഇൻഫ്ലുവൻസ് കുറയല്ല, ഇൻഫ്ലുവൻസ് കുറയല്ല. അത് ശരി. പ്രബല അവരെല്ലാം വന്ന് ഇങ്ങോട്ട് അടിക്കണ്ടേ? അല്ല, അവര് ഏരിയയിൽ തന്നെ നിൽക്കുക. അവരെല്ലാം ഉള്ളില്ല. അലക്സ് വന്നോ? ബീഹാർ ആരാ ചോദിച്ചതാ? ജീവിയെ അതിന് 85 34 ഇപ്പൊ തീരും, പെട്ടാൻ തീരും. കഴിവുള്ളവർ ഉണ്ടാക്കും. നിന്നെപ്പോലുള്ള ചാറ്റ് അവന്മാരുള്ളതുകൊണ്ടാണ് നമുക്ക് പൈസ കിട്ടുന്നത്. നീ എന്തിനു പറയണത്? ഇത് പെടാൻ തീരും. ഇതൊരു പുഷ് ചാറ്റിനെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവന്മാരുള്ളതുകൊണ്ടാണ് നമുക്ക് പൈസ കിട്ടുന്നത്. നീ അവരെ കഴിവില്ലാത്തവരെ കളിക്കില്ല എന്റെ ചെറുക്കന്മാരെ. മറ്റേ ഹോൾഡിന്റെ ഒന്നുകൂടെ ഇട്ടടാ. ഹോൾഡിന്റെ 5 മിനിറ്റ് മാറ്റണ എന്താ ലൈനപ്പ് ഇല്ലാത്തത്? ഞാനൊക്കെ ലൈനപ്പ് ഉണ്ടെങ്കിൽ വാറൊക്കെ 1 മിനിറ്റ് തീരും. അത് വേണ്ട. ഒരു മിനിറ്റ് നമ്മൾ തോറ്റേ 1 മിനിറ്റ് തീരും. അല്ലല്ല ജയിച്ചത്. നീ ആ കോമഡി ഇറക്കണ്ട കേട്ടാ. തിന്നോണ്ടിരിക്കല്ലേ അളിയാ ഇന്ന് നീ വാറിയില്ലല്ലോ. എടാ ഇന്ന് ഒരു നേരം കഴിച്ചുള്ളൂ. അറിയാം എനിക്ക് ഒരു നേരം കഴിച്ചുള്ളൂ. ഒരു നേരം സ്ലോട്ടിലുണ്ടായിട്ട് നീ വാറിലുണ്ടോ? ഇല്ലല്ലോ. അത് തന്നെ നിന്റെ മനസ്സിലാക്കുക, നിന്റെ കഴിവ്. ഞാൻ കളിക്കില്ലാതെ പറഞ്ഞോണ്ടാണേ. നീ അങ്ങ് നിർത്ത്. നീ മൂന്ന് പഴയ റെക്കോർഡ്സ് എടുത്ത് പരിശോധിക്കണോ ഗോകു? അങ്ങനെയാണെങ്കിൽ മറ്റേ ഒരു ബിൽഡിംഗ് താഴോട്ട് വേണമെങ്കിൽ റെക്കോർഡ് കാണാം. ആര് പറഞ്ഞത്? റെക്കോർഡ് ആർക്കും അങ്ങനെ അതിന് മണ്ണക്കാർക്ക് വെക്കാൻ പറ്റുള്ള മാറ്റണ്ട. കണ്ണാപ്പിയാണോ? അല്ലല്ല കണ്ണാപ്പി എനിക്ക് ചിരിക്കാൻ വയ്യേ. നെഞ്ചെടുക്കണേ. അച്ഛന്മാരെ എത്ര എന്നുള്ളത് റെക്കോർഡല്ല നമ്മളിവിടെ പറഞ്ഞത്. അയ്യോ കണ്ണാപ്പി ചതിച്ചേട്ടാ. അമ്മാവ് കോമഡി ഇതെന്താ സ്വന്തം ടീമിനെ പിറ്റിക്കുന്നാട്ടാ? ഇത് ഞാൻ പ്ലാൻ ഞാൻ പറയട്ടാ. പ്ലാൻ എന്താ പറഞ്ഞുതരാം. അളി ഇത് പൊട്ടും, ഇത് അടി പൊട്ടും. അടിപൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇറങ്ങി റഷ്യൻ ടീമിന്റെ റഷ്യൻ ടീമിന്റെ മാസ്മരികമായ ആഴി കൊണ്ട് തൂറിയൊട്ടുകയാണ്. വലിച്ച് ആ മുണ്ടിൽ വലിച്ചാണ് കയറ്റിയവൻ. അറിയാവോ? മുണ്ടോടെ വലിച്ചു കയറ്റി ആരോ ബാക്കിയിരുന്നു. എന്തുവാടാ ജോക്കർ ബ്രോ? നീ ഉദ്ദേശിച്ചത് വാട്ട് ഈസ് യുവർ ഉദ്ദേശം? ആട് ബ്രോയുടെ അടുത്ത് വന്ന് ഞാൻ സംസാരിക്കണം ഒരു സമയത്ത്. പുള്ളി സ്പെക്ക് ചെയ്യണമെന്നുള്ളൂ, വേറെ വൈബില്ല. രായനെ പറഞ്ഞോണ്ട് കുറെ നേരം ഇരിക്കുക. കുറെ നേരമായിട്ട് ആട് ഗെയിമിങ് പറഞ്ഞോണ്ടിരിക്കുക. രായനി എന്തോ നോക്കി വെച്ചിട്ടുണ്ട്. ശരി, ആരും ഇല്ലടാ. മെർലിനൊന്നും ആരും ഇല്ല. ഉള്ളി പോയി അവിടെ കഴിഞ്ഞ് വാറ് കഴിഞ്ഞ്. ഇവൻ ചത്ത് കേട്ടാ. ഇല്ല പെടത്തില്ല. വണ്ടി ഓ ഫ്ലഫി അവിടുന്ന് രക്ഷപ്പെടുന്നു.
ഇല്ല ഫ്ലഫി ഓടുന്നു ഫ്ലഫിയുടെ ബൈക്ക് അവൻ നമ്മളെ വിടും. നമ്മളൊരു വണ്ടി പെട്ടപ്പം അവന്മാരെല്ലാം കൂടി പറയുന്നു താഴെ പറ്റി അളിയാ ഒരു വണ്ടി പെട്ടല്ലോ നമ്മളെ. ഇല്ല ഇറങ്ങിയ ചത്തറാണ്, ഇറങ്ങിയ ചത്ത് മോളിൽ നിന്ന് പണ്ണു ഇപ്പൊ നമ്മളെ പിള്ളേരെന്നാ. ഓ വണ്ടി മറിഞ്ഞു ഇല്ല ബാക്കപ്പ് എത്തിയിട്ടുണ്ട്. ഇറങ്ങിയാട്ടാ അളിയാ നമ്മുടെ വണ്ടി 2 കിലോമീറ്റർ അപ്പുറത്ത് പറന്നുപോയി. കൂടെ കുത്തി എംഎസ് ഇത് അത്ര ഉള്ളതാ ഫ്ലഫി. കല്ലില്ല ചെക്കനില്ല എല്ലാരും കൂടെ കുത്തി അടിച്ച് ഫുഡില്ലാതെ നിന്ന് തീർന്നായിരിക്കും അവൻ സിറ്റിക്കകത്തുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ. നീ എനിക്ക് അങ്ങനെയൊക്കെ അടിക്കണോടോ, അങ്ങനെയൊക്കെ അടിച്ചോണ്ടല്ലോ. ഇപ്പൊ തിരി സ്വന്തം ടീമിനെ അടിച്ചു വന്നാ 4 പേരെ സംഭവിച്ചു അടിക്കാൻ വേണ്ടി. അത് വേറെ സിനിമാറ്റിക് ഒക്കെ വരുമ്പോ എന്താ സ്ലോ മോഷനിലെ ടിവിയുടെ മറ്റേ ടിവിയുടെ ഡ്രസ്സിങ്ങിനെ മറ്റേ ട്രാൻസിഷനിൽ അവിടെ പിക്ക് വേണ്ട ഫ്ലഫിയാണ് അവർ രക്ഷപ്പെടുത്തിയത്. ഫ്ലഫി ഇടിച്ചു തെറിച്ചു പക്ഷെ തിരിച്ചാണ് ഇരിക്കുന്നത്. ഫ്ലഫി അങ്ങോട്ട് ഇടിച്ചു തെറിച്ചു. എന്ത് പറ്റി ചന്ദ്ര പണ്ഡിത്ത ഒരു കാര്യം പറഞ്ഞ കേട്ടോ നിനക്ക്. അഡ്മിൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അടിച്ചു കൊള്ളാ അല്ല ഇപ്പൊ ചാവും. ഇപ്പൊ ചത്ത് വേണ്ടി ഏത് വണ്ടിയാ വെഹിക്കിൾ ബഗ് അടിച്ചേക്കാൻ നോക്കി ചെക്ക് ചെയ്ത് നോക്ക്. വണ്ടി എടുപ്പിച്ചു കൊടുക്കടാ. ഇല്ല നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇയാൾ അടിച്ചിട്ട് പ്രശ്നം എന്താ ഇവരുടെ വാങ്ങിച്ചിരിക്കുവാണോ നിങ്ങളെല്ലാരും? സുൽത്താൻ പണിയെന്നാ 1232 ഡിന്നർ എന്താ ബ്രോ? പോണം ഇങ്ങോട്ട് തിരിച്ചല്ലോ. നീ ആരുടെ കഴിവേറി നീ ബാത്റൂമിൽ പോയി വണ്ടി എടുത്താ പറയടാ. മാറി നാക്കടാ ചിലപ്പോ ഭൂമിക്കടി വല്ലതും പോകും. ആടെന്ന് പറഞ്ഞിട്ട് കൊമ്പൊന്നും ഇല്ലല്ലോ. റെഡി വെച്ചു റെഡി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ പേ പിടിച്ചെന്ന് തോന്നുന്നു. വല്ല പട്ടി ഇഞ്ചക്ഷൻ കൊടു. നിനക്ക് ഞാൻ കോമഡി ആയിട്ട് ചിരിച്ചല്ലടാ. എന്താ ഇല്ലല്ലേ കറന്റ് പിക്ക് ചെയ്തിട്ടില്ലല്ലോ. നമ്മള് അവരുടെ ഒരു വെഹിക്കിളിൽ കേറാൻ പറ്റാത്ത ഒരു ബഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത് സോർട്ട് ചെയ്തതാ. ഓക്കെ ഇഷ്ടപ്പെട്ടില്ലാട്ടാ. ഡൗട്ട് ക്ലിയർ ചെയ്താണ്. അത് പറഞ്ഞപ്പോഴാ നിങ്ങൾക്ക് ആർക്കെങ്കിലും 1000 ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നോ? ഇല്ല ഫ്രീ ആയിട്ട് കിട്ടിയില്ല. അതെങ്ങനെ ചുമ്മാ തരും ബോട്ട് വരും.
എനിക്ക് തണുത്താനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാ. അത് നിങ്ങളെ പുറത്തല്ലേ പുറത്ത് ഞാൻ പിന്നെ ബൊബോയ്ക്ക് അതിട്ട് കൊടുത്തു. റെഡി എന്താ വരാത്തെ ചോദിച്ചു നോക്ക്. ഡേ 1 ഓഫ് MRC സ്പൈ. MRC മാർഷലസ് അല്ലേ? മാർഷലസ് സ്റ്റാർട്ട് ചെയ്തോ? റെഡി ഇട്ടോളാം പറഞ്ഞല്ലോ. എനിക്ക് 10 കിട്ടി, ബട്ട് അത് കാണുന്നില്ല. MRC ഒരു കാലം ഒരു കാലൊളിയാ. ഇത് നമ്മളാണ് വാറടിക്കുന്നത്, അവന്മാരാണോ വാറടിക്കുന്നത്? ഇത് ഇപ്പൊ നമ്മളാണ് അറ്റാക്കിങ്, അവര് ഡിഫെൻഡിങ്. അടിക്കാ കേറ. രണ്ട് സൈഡും ഒരു സ്പോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു സ്പോട്ട് കുത്തി അടിക്കാൻ പറ്റിയ സ്പോട്ട്. പക്ഷെ രണ്ട് സൈഡും അയ്യോ ഈ വീട്ടിലൊന്നും കുത്തല്ലേ, നമുക്ക് ഏറ്റവും ഡിസഡ്വാൻറ്റേജ് ഉള്ള സ്ഥലമാണേ. ഇവിടെ ഒരു കുത്തൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? TV സൈഡിൽ ഇല്ല. കത്താലും കുത്തൂല, നമ്മളെ തോറ്റ. എനിക്ക് ഇതിനൊന്നും ഉത്തരവില്ല. മാർഷലസ് മീനിങ് എന്താ? ഗോഡ് ഓഫ് റിവെഞ്ച്. ഗോഡ് ഓഫ് റിവെഞ്ച് അല്ലേ? അന്ന് അങ്ങനെ നോക്കിയാണോ ആരണം പേരിട്ട്? ഹോൾ ടൈം പിക്കാക്കിനെ തോന്നാ അടി പൊട്ടുന്ന. അതെ നമ്മുടെ MRC ആണ് ഗോഡ് ഓഫ് റിവെഞ്ച് കേട്ടോ. അതെ ഇപ്പൊ പൊട്ടും. പൊട്ടിയില്ല. അതൊക്കെ അത്ര ഉള്ളു. ഞാൻ തീർന്നു. കാര്യത്തിൽ തീരുമാനമായി. എന്ത് ഒന്നും പ്രശ്നമാണ് അളിയാ. ബാറ്റ് എവിടെ? പിള്ളേര് പറഞ്ഞു ബാറ്റിന്റെ ശബ്ദം കുറക്കട്ടെ ബാറ്റേ. എന്റെ അടുത്ത് പിള്ളേര് ഇവിടെ ചാറ്റ് നോക്കുകയാണെങ്കിൽ 12:46. ഞാൻ ഒന്നും പറ്റുന്നില്ല. ഞാൻ എന്റെ ലൈവ് നോക്കി പോകാം. ഇല്ല പിണങ്ങല്ലേ ബാറ്റേ? എനിക്കറിയില്ല. ഞാനില്ല മാറ്റണ വെറുതെ വന്ന് ആറ്റല്ലാണ്ട് ഇവിടെ അവിടെ ആരും സംസാരിക്കരുത്. ലൈവ് ഇല്ല. ഓ അങ്ങനെ സിറ്റുവേഷനിലാകില്ല. ഞാൻ വിചാരിച്ചു എന്റെ അങ്ങനെ പറയരുത് കേട്ടോ. ആള് PC ഒക്കെ ആലോചിച്ചു. ഞാൻ വിചാരിച്ചു ഓക്കെ MRZ സൈഡിൽ നിന്നൊരു പുഷ് വരുന്നു. പക്ഷെ ആ ഒരു പിറ്റിങ് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. വേറെ ഓക്കെ ടിവിയുടെ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫയറിങ് കാഷ്വാലിറ്റി കാര്യങ്ങൾക്കൊന്നും തന്നെ ചാൻസ് വളരെ വളരെ കുറവാണ്. ഇപ്പൊ ഇല്ലല്ലോ അതിപ്പന്നല്ലോ ഒന്നുള്ളവര് ചാറ്റില് ഗ്യാങ്ങിന്റെ കൂടെ RP ചെയ്യുന്ന ആരാ കമന്റ് ഇട്ടപ്പം അവനെ ബാൻ ചെയ്ത് തന്നു. ആരാ? എന്നെയാ? പയ്യൻ. ഓ പരിഗണിക്കാം. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും. ഇവരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ എന്തോ?
ഇത് രണ്ട് സൈഡിൽ നിന്ന് ഒരു അടി പൊട്ടുന്നില്ലല്ലോ. അടുവോ എന്റെ അഡ്മിൻ ആപ്ലിക്കേഷൻ വിളിച്ചില്ല. ഇനി റീസൺ ബ്രോ കുറെ പേര് ഡിസ്കോഡ് ഐഡി തന്നേക്കുന്ന പ്രോപ്പർ അല്ല. ഞാൻ അത് അനൗൺസ്മെന്റിൽ തന്നെ ഇട്ടായിരുന്നല്ലോ. വിളിക്കാത്തവരൊക്കെ റീഅപ്ലൈ ചെയ്താൽ മതി. പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്കോഡ് ഐഡി കൊടുക്കുക. ഞാൻ മെൻഷൻ ചെയ്തിട്ട് വരുന്നില്ല. ഡിസ്കോഡ് ഐഡി നിൽക്കും പ്രോപ്പർ ആയിട്ടുള്ള കൊടുക്കുക. വണ്ടി വെക്കൂടാ. നാട്ടിൽ എത്ര സമയമായി? വാറ് കിടക്കാൻ പറ്റുമോ? ഇതിപ്പോ കേവിരെ വാറ് മാറ്റി വെച്ചാ മണിയ പെട്ടെന്ന് ഞാൻ ഒരു ദിവസം വിചാരിച്ചു കിക്ക് വന്നില്ലെന്ന്. ബോറടിക്കുന്നു. എന്നാ ഒരു കാര്യം, നീ വന്നിട്ട് കളി. എന്നാ നീ വന്നിട്ട് കളിയടാ. വേണ്ട മാറ്റണ്ട, അവിടെ കോമഡി വരണ്ടാണല്ലോ. മാറ്റണ്ട വന്നില്ല. ഇവര് ഈ ഒരു സൈഡിൽ നിന്ന് മാറുന്നില്ല. കുറെ തുടങ്ങിയപ്പോ തൊട്ട് ഐ തിങ്ക് ഇവിടെ തന്നെയാണ് കറങ്ങി കറങ്ങി നിൽക്കുക. കോമഡി വരണ്ടായിരുന്നു, വന്നില്ല. അതാ ചോദിച്ചത്. ഇല്ല നിനക്ക് കോമഡി വേണ്ട. എന്നിട്ട് തിരിച്ചു വീണ്ടും ഇവിടെ വന്നത്. ലാഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ 12 മണി കഴിയുമ്പോഴത്തേക്കും PLU ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടൈപ്പ് ഓഫ് ലാഗ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സിറ്റിക്കകത്തുള്ള പിന്നെ ഈ സിറ്റുവേഷന്റെ അടിയൊന്നും പൊട്ടണല്ല. ഒരു കമന്റ് ഉണ്ടല്ലോ, എനിക്ക് അത് ഇപ്പൊ വായിക്കാൻ പറ്റില്ല, കുറച്ചായിട്ട് വായിക്കാം. രായണ ചന്ദ്രനോട് ചില്ലാൻ പറ. എടാ ഒന്ന് ചില്ലാവടാ, നീ എന്താ ഇങ്ങനെ? അത് കൊള്ളാം കേട്ടോ. അത് കൊള്ളാം കേട്ടോ. ഞാൻ എന്തായാലും ഓർഡർ ആയിട്ട് ഫുഡ് നല്ല രീതിയിൽ ട്രൈ ഹാർഡ് ചെയ്യും ജയിക്കാൻ വേണ്ടി. രണ്ട് സൈഡ് നല്ല രീതിയിൽ ഇത് ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു കളിയാണ്. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവ് കോച്ച് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അടിക്കണമെന്ന് അങ്ങനല്ല ബ്രോ, ലൊക്കേഷൻ കൊടുക്കണമെന്നാണ്. ലോസ് ആയ ടീം ലോസ് ആയില്ല, ജയിച്ച ടീം ലൊക്കേഷൻ കൊടുക്കണം. ലോസ് ആയ ടീം വരില്ല. വന്ന് നേരെ വന്ന് കേറി കൊടുക്കണമെന്നല്ല. മലയാളത്തിൽ അടിച്ചിരുന്നെങ്കിൽ ഉത്തരം തന്നെ. അവര് അവരുടെ സ്ട്രാറ്റജി ഒക്കെ നോക്കിയല്ലേ. കാരണം എന്നെ ഗോകു ചേട്ടൻ ബാൻ ചെയ്ത് റിമൂവ് ആക്കാൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് റെസ്പെക്ട് കൊടുക്കാൻ പയ്യനെ ബാൻ ചെയ്ത് എന്തിനു മറ്റേ അതാണ് ഈ ഡിലേ വരുന്നത്. ആണ്ടോ എന്റെ ചാറ്റിൽ ഗോകു ചേട്ടൻ എന്നൊക്കെ എന്ത് റെസ്പെക്ട് പയ്യൻ. അവന്റെ പേരെന്തര്? RXG സിനിമാറ്റിക്സ്. മോനെ വിഷമിക്കണ്ട നീ ഇവിടെ ഇരുന്നു. ഞാനുണ്ട് നിനക്ക്. ഒരു കിളവുണ്ട് കണ്ണും പൂട്ടിയാണ്ട ബാൻ ചെയ്തത്. അങ്ങനെ എന്റെ ഒരു വ്യൂവിനെ തരുള്ളൂ നിനക്ക്. സാറിന് എന്റെ എല്ലാം നിങ്ങൾക്ക് ആർക്കും സാറിന് സൗണ്ട് കേൾക്കുന്നുണ്ടോടാ? ആരെങ്കിലും ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇവിടെ ഇവിടെ ഇരിക്കും. ഇവിടെ ചന്ദ്രൻ ബാൻ ചെയ്തെന്ന് പറയണേ, എല്ലാരും ബാൻ ചെയ്യുന്ന കള്ളത്തരം. രായണ എന്നെ ജോണി മാമൻ ബാനാക്കും. എന്തിനാ മുത്തേ എല്ലാരും ബാനാക്കും? നീ ഇവിടെ KVMRC പണ്ണി. ബ്രോ എന്താ ബ്രോ പറയുന്നേ? ബ്രോ എന്നത്തെ ലൈവാ കണ്ടല്ലേ വാറ് കിടക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് അവരെ സത്യം മെന്റൽ പയ്യന്മാര് ഓരോന്ന് പറയും. അവൻ ഗേ ഗോക്കു എന്ന് സ്പാം ആയിരുന്നു. ചേട്ടൻ ഞാൻ ഇന്നൊരു ഫണ്ടേ എന്ന് ടൈപ്പ് ചെയ്തതാ, പക്ഷേ ചന്ദ്രനോട് ഒരു ബാൻ മാറ്റം പറയുന്നു. എങ്ങനെയാണാ MRC W കുത്താൻ പോണോ? ഏറ്റവും നമ്മളിപ്പൊ നിർത്തി തരാവേ.
ഇവിടൊക്കെ എങ്ങനെ ഈ bike അതിന്റെ എടുക്കാനാ? മണ്ടക്കത്തെ മല പുഷ് ചെയ്ത് കയറാൻ നോക്കുന്നു. വണ്ടിയൊന്നും പറയല്ലേ ദൈവമേ. കുത്തി ഇറങ്ങണ്ടേ ഇവിടെ നിന്ന് കുത്തി ഇറങ്ങിയ പണിയാണ്. ഇതേ സെയിം മല നമുക്ക് മാറെടുത്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇതേ സെയിം മല നമ്മളൊരു മാറെടുത്ത് ഒരുത്തരം ഡൗൺ ആക്കി. ഇവിടെ കൊണ്ട് താഴെ പോകുന്നു. എന്തിനാ എല്ലാരും ഏബിൾ ഇറങ്ങി, നമ്മളെ പിള്ളേർ ഇറങ്ങി. പക്ഷെ അവന്മാരുടെ ആംഗിളാ അത്. അയ്യോ, അവനടിടാ, one kill. ഒരു 40 വീഡിയോ വന്നേട്ടാ. ഐ തിങ്ക് എന്റെ പിഒയിലുണ്ട് ആ പ്ലെയർ ആരാന്നുള്ളത്. ഇവിടുന്ന് പോയതാണ്. പക്ഷെ അത് വണ്ടിയല്ലേ ഇടിച്ചത് അവന്റെ? എടാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ നടക്കാൻ പോണേ? റിവേഴ്സ് എടുത്തതാണ് ഇടിച്ചത്. അത് എന്താ സംഭവം എന്നുള്ളത്. എന്നിട്ട് രണ്ട് സൈഡിലോട്ട് അല്ല ചത്തില്ലല്ലോ അതിന്. ചത്തില്ലല്ലോ അത് അങ്ങനെയാണെങ്കിൽ എന്റെ ലൈവിലുണ്ടോന്ന് ചെക്ക് ചെയ്യുവോ? എന്റെ ലൈവിലുണ്ട് ആ POV. ഞാൻ കണ്ടില്ല കറക്റ്റ് ആരാന്നുള്ളത്. അവനെ ആ കയറി വരുമ്പോ കാണാൻ പറ്റത്തില്ല അവന്മാരെ ഇറങ്ങിയ ഇല്ലെന്ന്, മനസ്സിലായോ? അതാണ് ഒറ്റ സ്ഥലമല്ലേ ഉള്ളൂ, മനസ്സിലായോ? വേറെ വളച്ചോടിക്കാനോ മറക്കാനോ ഒന്നും പറ്റൂല. ചേട്ടാ അമ്പി സുഖമല്ലേ എന്ന് ചോദിച്ചതിന് ഷേക്കന്നെ ബാനാക്കുന്നത്. ഇവരോട് പറഞ്ഞിട്ടില്ല ഈ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ മൂവ് ആവരുതെന്ന്. എടാ ഇതിപ്പം എന്റെ ചാറ്റ് മുഴുവൻ ബാനാക്കിയവര് കിടന്ന് വിഷമം പറയാണ്. നീ ഒത്തിർപ്പകരായ അവരോട് പറഞ്ഞ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ മൂവ് ആവരുതെന്ന് പറ. എല്ലാരും ലിസ്റ്റ് ബാൻ ആക്കിയവര് ആരെ പേരിടണം, ആരെ ചാനലാണ് ബാൻ ആക്കിയത് എന്നുള്ള രീതിയിൽ ലിസ്റ്റ് ഓരോരുത്തരുടെ ഇന്ന് തന്നെ തീർപ്പാക്കാം. കണ്ണാപ്പി എന്നെ മോഡ് മാറി ബാൻ ആക്കി, കണ്ണാപ്പിയുടെ മോഡ് 10 സെക്കൻഡ് ഇട്ടു. ഞാൻ ഇങ്ങനെ പോയി എടുക്കും. വേണ്ട ലൈവ് എടുക്കല്ലേ, മിസ് ചെയ്താലും. കണ്ണന്റെ മോഡ് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ടാ. നമ്പർ 1 അകത്തോട്ട് കൊടുന്നേരം പറ. നമ്പർ 1 ചന്ദ്രൻ. എടാ ഒരു കാര്യം ചെയ്യ്. ഹലോ എന്റെ പേര് റേഡിയോ കേക്കാവോ? ഞാൻ പറഞ്ഞത് അത് മറ്റേ എനിക്കൊരു ബാൻ തന്നെ ലൈവ് പോയി പറയാനാണ്. ആ ഓക്കെ റേഡിയോ കേക്കാവോ? രണ്ട് സൈഡ് മാറ്റി നിർത്തണല്ലോ. ഇപ്പഴേ മാറ്റി നിർത്തിയാറാ നമുക്ക് ഡിലേ ആക്കണ്ടല്ലോ. ഇപ്പഴേ മാറ്റി ഓ രണ്ട് സൈഡിൽ നിർത്തും. കുറച്ച് കാണാത്ത ദൂരത്ത് കൊടുത്താൽ മതി. അടിച്ചാ കിട്ടരുത്, മനസ്സിലായോ? അടിയേക്കരുത്. അല്ല ഒത്തിരി ദൂരം കൊണ്ടുണ്ടോ. ഓരോരുത്തര് ബാനാക്കിയ കാരണങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ഇത് TV ആണ്, TV അല്ലാതെ MRC അല്ല. നിങ്ങള് വാറ്റിന് അവിടെ പിന്നെ കുഴപ്പമില്ല. ഓ വിട്ടോ റോഡിലായിരിക്കണം. എന്റെ ഫ്രണ്ടില് TV നടക്കണം, വാറ്റിന്റെ MRC അവിടെ അതുപോലെ വിട്ടോ. അതിവിടെ വന്ന് തുടങ്ങി ചിലപ്പോര് അല്ലേ മറ്റേ സംസാരിച്ചത്. ഞാൻ TVനെ 950 ഇടാടെ. 950 പണ്ടേ പറഞ്ഞ ബാങ്ക് TVനെ 950 950. മറ്റേ നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് ആർപ്പ് കളിച്ചിട്ടുണ്ട് മറ്റേ, അത് ഓർമ്മയുണ്ടോ? ആ MRP എടാ നോട്ട് ആരുടെ ഫ്രീ ആയിട്ടുള്ള ഭീമ ഉണ്ടല്ലോ, ഭീമ ബ്രോ 950 9550 TV 9550. ചന്ദ്രു ക്യാമോ ഓഫ് ആക്കാൻ പറയണ. അവന്റെ ക്യാമോ ഹലോ സ്നേഹ കേക്കോ? ഹലോ നിങ്ങൾ 9550 അവരല്ലേ പോണ്ടേ? രണ്ട് സൈഡിലും മാറ്റി നിർത്തി. ആ രണ്ട് സൈഡിലും മാറ്റി. 9550 രണ്ട് അവർ പോയി, എപ്പോഴേ പോയി. എന്റെ കണ്ണന്റെ ചാനൽ ബാൻ ആക്കി. എന്റെ അടുത്തൊക്കെ വന്ന് പറയുന്നു. നിന്റെ ക്യാമോ ഓഫ് ആക്കാൻ എന്റെ അടുത്തൊക്കെ വന്ന് പറയുന്നു. ഒരു കിട്ടി TV വന്നു. എന്താ ഇന്റൻഷനാണ് എനിക്ക് തോന്നുന്നില്ല. അത് ഒരു നിന്നെ ഏത് ലൈവിലാണ് ബാൻ ആക്കിയ? നിന്നെയൊക്കെ ലൈവ് ആക്കിയ വാറ്റിനോടാ
ഗ്രാന വാറ്റിനോട് ഫേസ് ക്യാം സൂം ആക്കി ഒരു സെക്സി ഉമ്മ ചോദിച്ച് എനിക്ക് ബാൻ ആക്കി സെക്സി ഉമ്മയിലെ ചോദിച്ചാ ടൈം ഔട്ട് കിട്ടിയോളെ 4 വണ്ടി വന്നിട്ടുണ്ട് 2 വണ്ടിയുടെ 2 വണ്ടി ഇവിടെ കിടപ്പുണ്ട് 2 വണ്ടി ഓക്കെ ഓക്കെ അവര് വന്നോളൂ. ഇപ്പൊ കൊറേ പരാതികളായി. 1658 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ കിക്കില് ലൈവാണ്, ഡുവൽ സ്ട്രീം ആണ്. എന്നെ ബാൻ ആക്കി, ഞാൻ ബാനൊന്നും ആക്കിയില്ല. സപ്പോർട്ട് ചെയ്യുക. എന്റെ പിള്ളേരെ ബാനൊന്നും ആക്കൂല. എനിക്ക് കണ്ണാപ്പിയോട് മാറ്റി തരാം. എന്തൊരു എടാ, നടക്കും നോക്കി ഇരിക്കുവാണ്. വെണ്ട സാബു 69 നീ ബാൻ ചെയ്തടാ കണ്ണാപ്പി, അവൻ വിഷമിക്കുന്നു. മാറ്റി കൊടുക്കണം. ഞാൻ എല്ലാരും വിളിച്ചാണ്. യാ നിങ്ങൾ ഹാപ്പി ആയില്ലേ? എല്ലാരും ഹാപ്പി ആയില്ലേ? അപ്പൊ അത് തീരുമാനമാക്കിയിട്ടുണ്ട്. അത് എനിക്കും കണ്ടപ്പോ ഇന്റൻഷനൽ ആയിട്ട് തോന്നില്ല.